അങ്ങനെ ഇരിക്കുമ്പോഴാണ് യസ്തീനാക്ക് ഒരു മോഹം വന്നത് പാലക്കാട് മലമ്പുഴ ഡാം കാണണമെന്ന്. പിന്നെ ഒന്നും നമ്മൾ തീരുമാനിച്ചില്ല, വണ്ടി എടുത്തുകൊണ്ട് നേരെ മലമ്പുഴ ഡാമിലോട്ട് വെച്ച് പിടിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഡാമിൽ വെള്ളം കുറവായിരുന്നു. എന്നിരുന്നാലും യാത്ര ഒരു അനുഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ യാത്ര എന്ന് പറയുമ്പോൾ എന്നും മനസ്സിന് സന്തോഷം തന്നെയാണ്. അപ്പം അവളുടെ ആ ഒരു ആഗ്രഹം സാധിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ പാലക്കാട്ട് മലമ്പുഴ ഡാമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ അവിടെയാണ്. വെള്ളം കുറവാണ് ഇപ്പോൾ, പിന്നെ അതുകൊണ്ട് ഇവിടെ ഈ ഡാമിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിറച്ചും വെള്ളമെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണുവാൻ. കേബിൾ കാർ കണ്ടപ്പോൾ ഉടനെ അവൾക്ക് കേബിൾ കാറിൽ കയറണം. അങ്ങനെ നമ്മൾ നേരെ കേബിൾ കാറിലിട്ട് പോയി. ഒരാൾക്ക് 75 രൂപയാണ് ചാർജ്. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം പോകുമെന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. എന്തായാലും നല്ല വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഡാം മുകളിൽ നിന്നുകൊണ്ട് കാണാം. കയ്യിലെ ആകാശം കൊണ്ട് വന്ന് ഓം പാസോ കാലമേ പോനാലോ ഇവിടെ ഇതിൽ ഇരിക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. അവൾക്ക് ആദ്യമായിട്ടാണ് അവൾ ഇതിൽ കയറുന്നത്. എന്നിരുന്നാലും എൻ്റെ ധൈര്യത്തിൽ അവൾ ധൈര്യം സംഭരിച്ചിരുന്നു. പക്ഷേ മൊബൈലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മൊബൈലോ ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. താഴെ വീഴുന്നു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. കാര്യം കുറച്ച് ദൂരം വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ നല്ല ഏകദേശം നല്ല ഹൈറ്റുണ്ട്. 10-40-50 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും കുറഞ്ഞ പൈസയിൽ ഇത്രയും ആ ഒരു വ്യൂ പോയിന്റിൽ കാണാൻ പറ്റുക എന്നുള്ളത് വളരെയധികം സഹായകരമായിരുന്നു. എന്തായാലും ഈ ഒരു യാത്ര വളരെ സന്തോഷമായിരുന്നു. ഇനിയും ഇതുപോലുള്ള യാത്രകൾ ഉണ്ടാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.